ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാ വെറൈറ്റിയും ഒരുപാടൊന്നും നമുക്ക് സെയിലിന് അങ്ങനെ കിട്ടാറില്ല. ചില വെറൈറ്റീസൊക്കെ നമുക്ക് 1 പ്ലാന്റ്, 2 പ്ലാന്റ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ലോങ് വീഡിയോയിൽ വന്നിട്ട് എനിക്ക് ഇന്നതെല്ലാം സെയിലിന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ തവണ അങ്ങനെ കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് ഡബിൾ ഡിലേറ്റ് എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് ഒരുപാട് കിട്ടാറുള്ളത്. പലപ്പോഴും റെയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് 5, 6 അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഞാൻ അതെല്ലാം നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദയവായി നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുക. അതായത് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇനി അത് വീഡിയോസിൽ കൂടിയായിരിക്കും പറയുന്നത്. കാരണം നമുക്ക് ഓരോ ആൾക്കാരോടും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളത് അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ചില കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്, ആ പ്ലാന്റ് വരുമ്പോൾ പറയണേ, ആ വെറൈറ്റി വരുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണേ എന്നുള്ളതൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കത് പ്രായോഗികമല്ല. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കില്ല ഇന്ന ആളിന് അത് ചോദിച്ചു. എന്നാൽ ചിലതൊക്കെ ഓർത്തിരിക്കും. ഞാൻ ചിലർക്കെല്ലാം അപ്ഡേഷൻസ് കൊടുക്കാറുണ്ട്. അത് എപ്പോഴും അത് പ്രാവർത്തികമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മളിനി വീഡിയോസ് വഴിയായിരിക്കും അപ്ഡേഷൻസ്. നിങ്ങൾ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും കാണുക. അതിൽ എല്ലാം സെയിലിനുള്ള വെറൈറ്റീസ് ഉണ്ടാവും. പ്ലാൻസ് എല്ലാം ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഴ്സറി ഷിഫ്റ്റിങ്ങും അതിൻ്റെ വർക്കും വർക്കേഴ്സും എല്ലാമായിട്ട് എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിനിടയിലും കഴിയുന്നത്ര റിസ്ക്കാണ്. എന്നിരുന്നാലും നമ്മൾ പാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും നമുക്കിതുവരെ ആയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കുറച്ചെല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമയം കുറച്ചെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. പലരോടും ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായിരുന്നാലും അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് എല്ലാവരുടെയും പ്ലാൻസ് അയച്ചു തരാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെയുള്ള ഓർഡർ. പിന്നെ കോംബോ പാക്കിങ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും. അതുകൊണ്ട് കോംബോ ഇനി ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ അന്ന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ 5 കോംബോ 5 എണ്ണം വെച്ച് ഓർഡർ ചെയ്തവർ ദയവായി വെയിറ്റ് ചെയ്യുക. കാരണം നമുക്ക് 2-3 വെറൈറ്റീസ് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ അത് ഏതെങ്കിലും വേറെ പ്ലാൻസ് വെച്ച് റീപ്ലേസ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ട സാഹചര്യമാണ്. അത് വലിയ പ്ലാൻസ് തന്നെ വെക്കേണ്ടി വരും. ചെറുത് നമുക്ക് വേറൊന്നുമില്ല. കോംബോ ഓർഡർ ചെയ്ത് 10 എണ്ണം ഓർഡർ ചെയ്തവർക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ 5 ഓർഡർ ചെയ്തവർക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായ ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മെസ്സേജ് ഇടുന്നുണ്ട് കഴിയുന്നത്ര. അപ്പോൾ അങ്ങനെയൊക്കെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോസ് വഴി മാത്രമായിരിക്കും ഇനിയെല്ലാം അറിയിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികളാണ്. ഇത് അബിസാരിക റോസാണ്. അബിസാരിക റോസ് എന്നാൽ പല കളറുകളിൽ പൂക്കുന്ന ഒരു റോസാണ്. അത് നമുക്ക് ഇപ്രാവശ്യവും അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പിങ്കും അതുപോലെ യെല്ലോയും ചേർന്ന വരകളോട് കൂടിയിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഒരു ഫ്ലവർ ഈ ഒരു പ്ലാന്റിൽ വിരിഞ്ഞിരിക്കുന്നത്. പലപ്പോഴും അത് പല കളറുകളിലാണ്. നമ്മളതിന് മുന്നേ ഒരു വീഡിയോ അബിസാരിക റോസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അന്നഡൂപ്രിയാണ്. അന്നഡൂപ്രി നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി ചെറിയ കവർ സൈസാണ്. ഈ ഒരു സൈസല്ല, ചെറിയ കവർ സൈസാണ്. 140 റുപ്പീസിന്. അതുപോലെ 250ക്ക് 2 എണ്ണവും ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അന്നഡൂപ്രി ഇത്തവണ നമുക്ക് വലിയ പ്ലാൻസ് സെയിലിന് വന്നിട്ടുണ്ട്. അത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാ വെറൈറ്റീസും ഏകദേശം എല്ലാം തന്നെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൽ ആഡ് ചെയ്യാതെ ഷോർട്ട് വീഡിയോ ഇട്ട് സെയിലാക്കിയ ചെടികളുണ്ട്. കാരണം അത് വിരലിലെണ്ണാവുന്ന അത്രയും വെറൈറ്റി മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെല്ലാ പേരും മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ക്രീപ്പർ ജാക്കി റോസാണ്. ഇത് സെയിലിനായിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും പ്ലാൻസും പൂക്കൾ നിറഞ്ഞും അതുപോലെ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോസ് എല്ലാ പേർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ഹാദിയ.